ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ രാജുവിന്റെ പിറന്നാൾ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. രാത്രി 12 മണിക്ക് തന്നെ ഋതികയുടെ വക ഒരു സർപ്രൈസ് രാജുവിന് നൽകുന്നു. തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു പിറന്നാൾ ആഘോഷമെന്ന് സന്തോഷത്തോടെ പറയുകയാണ് രാജു. പിന്നീട് കാണിക്കുന്നത് ക്ഷേത്രത്തിലെത്തിയിരിക്കുന്ന രാജുവിനെയും ഋതികയും വേണുവിനെയുമാണ്. അമ്മ വരാത്തതിന്റെ സങ്കടത്തിൽ നിൽക്കുന്ന രാജുവിനെയാണ് കാണിക്കുന്നത്. എങ്കിലും അമ്മ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നെന്ന് രാജു പറയുമ്പോൾ എല്ലാം അതിൻ്റെതായ സമയത്ത് നടക്കുമെന്നും നീ പ്രതീക്ഷ കൈവെടിയാതെ ഇരുന്നാൽ മതിയെന്നും വേണു രാജുവിനോട് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് രമ്യയുടെ വീടാണ്. രുക്മിണി രമ്യക്കുള്ള ആഹാരവുമായി ചെല്ലുകയാണ്. മോള് ഇനിയൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങണമെന്ന് രുക്മിണി പറയുമ്പോൾ രമ്യ പറയുകയാണ്, എന്റെ കഴുത്തിൽ ഒരു മിന്നു വീഴുന്നുണ്ടെങ്കിൽ അത് രാജുവിന്റെ മാത്രമായിരിക്കും. രാജുവിനെ കിട്ടാൻ വേണ്ടി ഏതറ്റം വരെയും പൊരുതാനും ഞാൻ തയ്യാറാണ്. അങ്ങനെയൊന്നും രാജുവിനെ മറക്കാൻ എന്നെ കൊണ്ടാകില്ലെന്നും താക്കീത് പോലെ പറയുകയാണ് രമ്യ. പിന്നീട് കാണിക്കുന്നത് ക്ഷേത്രത്തിൽ നിന്നും എല്ലാവരും തിരിച്ച് വീട്ടിലെത്തിയിരിക്കുന്നതാണ്. തുടർന്ന് രാധമ്മ വേണുവിന്റെ കയ്യിലേക്ക് ഒരു സ്വർണ്ണമോതിരം കൊടുത്തിട്ട് പറയുകയാണ്, ഇത് രാജുവിന് കൊടുക്കണം. അങ്ങനെ വേണു രാജുവിന്റെ കയ്യിലേക്ക് ആ സ്വർണ്ണമോതിരം അണിയിച്ചു കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. ഇത് കണ്ട് സന്തോഷത്തോടെ മാറി നിൽക്കുകയാണ് രാധമ്മ. എന്റെ അമ്മ എന്റെ കയ്യിൽ തന്ന പിറന്നാൾ സമ്മാനമാണെന്ന് കൂടി പറയുമ്പോഴേക്കും രാജുവിന് വളരെയധികം സന്തോഷമാകുന്നു. പിന്നീട് കാണിക്കുന്നത് ഹരീഷിനെയാണ്. ഹരീഷിനെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചി വിളിക്കുകയാണ്. എന്താ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയ വിശേഷമുണ്ടെന്നും. എന്ത് വിശേഷമെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ ഹരീഷ് ഒരു അച്ഛനാകാൻ പോവുകയാണെന്ന് അവർ പറയുന്നു. ഇത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ഹരീഷ്. തുടർന്ന് വിവരമറിയുന്ന രാധമ്മയും വേണുവും പ്രിയയും എല്ലാം തന്നെ മധുരപലഹാരങ്ങളൊക്കെ ആയിട്ട് ഹരീഷിനെ ശ്രീലക്ഷ്മിയെ കാണാനായി പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ഋതികയുടെ വീടാണ്. രാജുവും ഋതികയുടെ വീട്ടിലെത്തിയിരിക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ അവർ അകത്തേക്ക് കയറുമ്പോൾ തന്നെ പുറത്ത് ഒരു പുതിയ കാറ് കിടക്കുന്നത് രാജു ഋതികയും ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ അവരകത്തേക്ക് കയറുമ്പോൾ തന്നെ എല്ലാവരും രാജുവിന് പിറന്നാൾ ആശംസകൾ നേരുന്നു. തുടർന്ന് പ്രതാപം പറയുകയാണ്, രാജു നീ ഇങ്ങോട്ടേക്ക് കയറിയപ്പോൾ ഒരു കാറ് കിടന്നത് കണ്ടായിരുന്നു. ഇത് നിനക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചതാണെന്ന് പ്രതാപം പറയുമ്പോൾ ഇത് കേട്ട് അമ്പരപ്പോടെ നിൽക്കുകയാണ് രാജു. അതേസമയം ദേഷ്യത്തോടെ നിൽക്കുന്ന അംബികയും ദീപകിനെയും കാണിച്ചുകൊണ്ട് പ്രൊമോ വീഡിയോയുടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.